അലി, ഈ 6ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഈ പറയുന്ന 6 തൊഴിലാളികളെയും ഈ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സ് യൂണിറ്റിനും പോലീസിനും സാധിച്ചിരുന്നു. അവർക്ക് മറ്റൊരു അപകടവും ഉണ്ടായിട്ടില്ല എന്ന് എന്തായാലും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ഉഗ്രസ്ഫോടനവും തീപിടുത്തവും അതുകൊണ്ട് തന്നെ പൊള്ളലേറ്റതായ അപകടത്തിലുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പുകയേറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുമുണ്ട്. ഈ രാവിലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെട്ടത്തിലാണ് ഈ ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. ചെറിയ വെട്ടത്തിലാണ് പുറത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് പൊള്ളലേറ്റിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പാണ് എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഈ പിൻവശത്ത്, ഈ കെട്ടിടത്തിന്റെ പിൻവശത്ത് ഒരു വർക്ക്ഷോപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റിയിരുന്നു. അതുപോലെ തന്നെ ഇവർ ഏറ്റവും പ്രാഥമികമായി മുൻഗണന നൽകിയത് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലെ ആളുകൾക്ക് ഈ വിവരം അറിയിക്കാനും അതുപോലെ തന്നെ അവരെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ മാറ്റാനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് ഹോമുകൾ, അതുപോലെ തന്നെ ഫ്ളാറ്റുകൾ, വീടുകൾ, ഇവിടെ നിന്നെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മാറിയിരുന്നു. അപകട സാഹചര്യം മുന്നിൽ കണ്ട ആളുകൾ മാറിയിരുന്നു. ഈ അപകടം ഉണ്ടായതിനു ശേഷവും, ഈ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷവും ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. മറ്റേത് ഒരു കെട്ടിടങ്ങളിലേക്കും ഈ അപകടവുമായി, തീപിടുത്തവുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ സാധ്യത ഉണ്ടായിട്ടില്ല. തീപിടുത്തമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കെട്ടിടങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ തീപിടുത്തത്തിനുള്ള അകത്തുള്ള സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിന്നിലൂടെ, ഈ കെട്ടിടത്തിന്റെ ഗോഡൌണിന് പിന്നിലൂടെ ഈ JCB ഉപയോഗിച്ച് മാന്തി വലിയൊരു വഴിയുണ്ടാക്കി അവിടെ വെള്ളമടിച്ച് നിലവിലെ പുക നീക്കി അകത്തേക്ക് കയറി പരിശോധന നടത്തി എന്താണ് ഇതിന്റെ റൂട്ട് കോസ്, ഈ തീപിടുത്തത്തിനുണ്ടായ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, ആക്രി സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. ഈ തീ വ്യാപിച്ച് പിന്നീട് ഈ സ്ക്രാപ്പായി സൂക്ഷിച്ചിരുന്ന 12-ലധികം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയും ഗ്യാസ് സിലിണ്ടറുകൾ അകത്തുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന സാഹചര്യത്തിലാണ് ഇനി ഒരു അപകട സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചത്. പക്ഷേ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ ഇനി അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും ഉദ്യോഗസ്ഥർ എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ വഴി, ഈ JCB, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന JCB സാധനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ വഴി പൂർണ്ണമായും അകത്തേക്ക് കയറാൻ പര്യാപ്തമാക്കിയ ശേഷം അതുവഴി കയറി പരിശോധന നടത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ഇനി പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്ത, മറ്റൊരാളപായമില്ലാത്ത രീതിയിൽ, മറ്റ് അപകടത്തിന്റെ വ്യാപ്തി വലിയ നിലയിലേക്ക് പോകാത്ത നിലയിൽ അത് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഈ മഴ കൂടി ഉണ്ടായത്, അല്പസമയം മുമ്പ് ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും മഴ നിന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ഗോഡൌണിന്റെ മുൻവശത്തു കൂടി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. ശക്തമായ കട്ടിപ്പുകയാണ് അവിടെ നിന്നും ഉയരുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇനിയും, ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾക്കാണ് ഈ തീ പിടിക്കുകയും ഇത്രയും വലിയൊരു ഉഗ്രസ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ പിൻവശത്തുകൂടി അകത്തേക്ക് കയറാനുള്ള, ഈ അപകടത്തിന്റെ റൂട്ട് കോസ് കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വൈദ്യുതി, ഈ തൊട്ടടുത്ത ട്രാൻസ്ഫോമർ ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്ത് റെയിൽവേക്ക് കൃത്യമായ നിർദ്ദേശം നൽകി അത്തരത്തിൽ ഈ മേൽപ്പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നടപടികളായിരുന്നു നടന്നത്. അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, ഈ കടകളിൽ തന്നെ കിടന്നുറങ്ങുന്ന നിരവധിയായ തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ പലരും കടകളിൽ ജോലി ചെയ്ത് അതത് കടകളുടെ പിൻവശത്തൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള തൊഴിലാളികളെ കൂടി ഈ അറിയിപ്പ് നൽകി, ഇത്തരത്തിൽ അപകടമുണ്ടായ അറിയിപ്പ് നൽകി അവരെ കൂടി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ ആശ്വാസത്തിന്റെ വാർത്ത, വലിയ ആശ്വാസത്തിന്റെ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നോർത്ത് ഇന്ത്യൻസ് ആണ്, അപ്പോൾ അവരെയും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ എവാക്യുവേറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു അരമണിക്കൂറിനകത്ത് തന്നെ ഇതിപ്പം കൺട്രോൾ ചെയ്യും. അരമണിക്കൂറിനകത്ത് തന്നെ ഇതിപ്പം ഈ പൂർണ്ണമായിട്ട് സ്റ്റാഫെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഫയർ വന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രിക് സ്പാർക്ക് വന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്തേക്ക് സ്പാർക്ക് വന്നു. അതായത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ടാസ്ക് ആയിട്ട് വന്നത് അകത്തേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം KCB അറിയിച്ചുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വലിയൊരു ദൂരമുണ്ടാകും. കാരണം നമുക്കറിയാം ഇവിടെ പരിക്കൊന്നും കാഷ്വാലിറ്റി ഒന്നുമില്ല ഇതിൽ. ഇല്ല. അത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അവരെല്ലാം എവാക്യുവേറ്റ് ചെയ്തു. അതുകൊണ്ട് കാഷ്വാലിറ്റി ഒന്നുമില്ല.
എന്തായാലും ആർക്കും മറ്റ് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. വലിയ ആശ്വാസകരമായ വാർത്തയാണ്. ഈ രക്ഷപ്പെടുത്തിയ 6 തൊഴിലാളികൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നും ഏകദേശം വ്യക്തമാക്കുന്നു. അവർക്ക് ഈ പുകയേറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊള്ളലേറ്റുള്ള അപകടങ്ങളില്ല എന്നും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും നടപടികൾ പുരോഗമിക്കുകയാണ്. JCB ഉപയോഗിച്ച് ഈ പിൻവശം നീക്കം ചെയ്ത് പിൻവശം ഈ ഗോഡൌണിന്റെ പിൻവശം തകർത്ത അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇനി അകത്ത് കയറിയുള്ള പരിശോധനയിൽ മാത്രമേ എന്താണ് സംഭവിച്ചത്, ഈ തീപിടുത്തത്തിൽ എന്താണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരികയുള്ളൂ. എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. അപകട സാഹചര്യം ഇല്ല എന്ന നിലവിൽ പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പുക കൂടി, ഈ ടോക്സിക് കണ്ടന്റുള്ള പുക തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് ഫയർഫോഴ്സിന് ഇപ്പോൾ വലിയ വെല്ലുവിളിയാകുന്നത്. അകത്തേക്ക് കയറാൻ വേണ്ടി അതുകൂടി നീക്കിയ ശേഷം കെട്ടിടത്തിനകത്തേക്ക് കയറി പരിശോധനകളിൽ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത പങ്കുവെക്കാനുള്ളത് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണ്. മറ്റ് അപകട സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ ആർക്കും ആളപായമില്ല. ഈ രക്ഷപ്പെടുത്തിയ 6 തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവർക്കും മറ്റേതെങ്കിലും നിലയിൽ ആശങ്കപ്പെടേണ്ട അപകട സാഹചര്യങ്ങളില്ല എന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ ഒരു ഉഗ്രസ്ഫോടനം, ഒരു വലിയ അപകടത്തെ കൃത്യമായ ഇടപെടലിലൂടെ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരിക്കുന്നു. മറ്റ് ഏതെങ്കിലും രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. ശരിയല്ല, ഈ സൗത്ത് പാലത്തിന് സമീപത്തെ ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. അതിൽ ഏറെ ആശ്വാസകരമായ കാര്യം നിയന്ത്രണ വിധേയമാക്കാൻ, തീപിടുത്തമുണ്ടായി വളരെ വേഗം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഈ ഗോഡൌൺ ഇത്ര തിരക്കേറിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗോഡൌൺ ആണ്. അതിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അത്രയും ജനത്തിരക്കേറിയ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന കൊച്ചിയുടെ നഗരത്തിൻ്റെ മധ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഈ സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആക്രി ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് കൊച്ചി നഗരമധ്യത്തിൽ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു വശത്ത് റെയിൽവേ ട്രാക്കും മറുവശത്ത് മെട്രോ റെയിൽ ട്രാക്കും, നിരവധിയായ കെട്ടിട സമുച്ചയങ്ങൾ, ഫ്ളാറ്റുകൾ, അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റ് ഹോം ഉൾപ്പെടെ നിരവധിയായ കെട്ടിട സമുച്ചയങ്ങൾ ചുറ്റുമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഒരു അപകടമുണ്ടായാൽ പെട്ടെന്ന് ആളിപ്പടരാൻ സാധ്യതയുള്ള സാധനങ്ങളുള്ള ഈ ആക്രി ഗോഡൌണുകൾ നിരവധി കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പരിശോധനയിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമായി പറയുന്നു. അവിടെ നിന്നും ഒരു ചെറിയ തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് അത് ഈ ആക്രി സാധനങ്ങളിലേക്ക്, പ്ലാസ്റ്റിക് സാധനങ്ങളാണ്, സ്വാഭാവികമായും ചെറിയ തീപിടുത്തം ഉണ്ടായാലും ആളിപ്പടരാനുള്ള സാധ്യത ഏറെയാണ്. അത്തരത്തിൽ ഈ തീ ആളിപ്പടരുകയും ഈ കെട്ടിടം മുഴുവനായി കത്തി നശിക്കുകയും അതിനിടയിൽ ഈ സ്ക്രാപ്പായി സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് ഈ പൊട്ടിത്തെറിച്ചത്. 12-ലധികം ഗ്യാസ് സിലിണ്ടറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യം, ഇതിനകത്ത് വാഹനങ്ങൾ ഉൾപ്പെടെ, സ്ക്രാപ്പായിട്ടുള്ള വാഹനങ്ങൾ, ബൈക്കുകൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കത്തിനശിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറ്റു വാഹനങ്ങൾ, അതായത് ഈ കെട്ടിടത്തിന് ചുറ്റും പാർക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാൻ പോയ ആളുകൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് വാഹനങ്ങൾ